നമ്മളിപ്പോഴും നമസ്കാരം ടു ഫാർമർ ഫോക്കസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിജോ. കഴിഞ്ഞ ദിവസം എനിക്ക് നല്ല രീതിയിൽ വേനൽ മഴ കിട്ടി. അപ്പോൾ എൻ്റെ പച്ചക്കറി ചെടികളൊക്കെ ഇവിടെ മഴമറ ഇല്ലാതെ ഇരിക്കുന്നത്, ടെറസിലിരിക്കുന്ന ചെടികൾക്കൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ പറ്റി. പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ചരിഞ്ഞിട്ടുണ്ട്, പോട്ട് മിക്സറൊക്കെ ഒന്ന് താന്നിട്ടുണ്ട് ഗ്രോ ബാഗിൽ. അപ്പോൾ നമുക്ക് കുറച്ച് പോട്ട് മിക്സറൊക്കെ ഇട്ട് കൊടുത്ത് ചെടിയൊക്കെ ഒന്ന് ലെവൽ ചെയ്യണം. അതേപോലെ തന്നെ മെയ് മാസത്തിൽ, അതായത് സ്കൂൾ തുറക്കുന്നതിന് മുമ്പിട്ട് നമുക്ക് എന്തൊക്കെ കൃഷിയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇവിടെ നട്ടേക്കുന്നത് സലാഡ് കുക്കുംബറാണ് നട്ടേക്കുന്നത്. ഇതിനൊക്കെ കുറച്ച് അധികം പോട്ടി മിക്സറൊക്കെ ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് ഉറപ്പിച്ച് നിർത്തണം. ഇതിന് വള്ളിയൊക്കെ വീശി തുടങ്ങി. അപ്പോൾ ഇനി ഇത് ഈ വലയ്ക്കകത്തോട്ട് നമുക്ക് പടർത്തണം. കുറച്ച് ജോലികളുണ്ട്. നല്ല മഴയായിരുന്നു. കുറേ നാളിന് ശേഷം നല്ല മഴ ലഭിച്ചതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്. ബാക്കി കൃഷികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉള്ള സമയമായത്. മെയ് മാസത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ കൃഷികൾ, സ്കൂൾ തുറക്കുന്നു, അപ്പോൾ നമുക്ക് സ്കൂൾ കുട്ടികളൊക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് കൃഷികളുണ്ട്. നമുക്ക് കുറച്ച് അധിക നാളത്തേക്ക് നിലനിൽക്കുന്ന കുറച്ച് ചെടികൾ നമ്മൾ നടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് വെണ്ട, വഴുതണ, ഓവല്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ചെടികൾ നമ്മൾ നടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തുനിന്ന് നിത്യേന പച്ചക്കറികൾ കിട്ടുകയും അതേപോലെ തന്നെ വിഷരഹിതമായ പച്ചക്കറികൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ടും സാധിക്കും. ഇപ്പം നമ്മൾ നടുന്ന പച്ചക്കറികളൊക്കെ ഇപ്പോൾ മഴയൊക്കെ നമുക്ക് വേനൽ മഴയൊക്കെ കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ നമ്മളിപ്പോൾ പരിപാലിക്കുകയാണെന്നുണ്ടെങ്കിൽ മഴയൊക്കെ അതിജീവിച്ച് ജൂൺ ജൂലൈ മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ വിളവ് ലഭിക്കുന്നതാണ്. നെവ, ഇത് നെവ, എൻ്റെ കൂടെ നെവയും വന്നിട്ടുണ്ടെന്ന് കൃഷി ചെയ്യാനായിട്ട്. വാ, ഇങ്ങോട്ട് വന്നു. നല്ല വെയില, ആൾ ഭയങ്കര കുസൃതി. ഇവിടെ വന്ന് ഈ ചെടികളൊക്കെ ആൾ നശിപ്പിക്കും. അപ്പോൾ ഞാൻ ടെറസിലോട്ട് അധികം കൊണ്ടുവരാറില്ല. നെവ, ഒരു പാട്ടുപാട്. മിടിക്കാന്നല്ലേ? ഇവിടെ നോക്ക്, ഇവിടെ ടാറ്റ പറ. നെവ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെടികളൊക്കെ നശിപ്പിക്കും. അതുകൊണ്ട് വലിയ പാടാ. നെവ, ഇതൊക്കെ എന്തുവാ? അപ്പൊ കൂങ്ങിയല്ല, അപ്പ കൃഷി. എന്തോ നെവ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വരുന്നതേ ഉള്ളൂ. നമുക്ക് നമ്മുടെ കൃഷിപ്പണി തുടരാം. അത് കളിപ്പാട്ടമൊക്കെ ആയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഈ നട്ടേക്കുന്നതൊക്കെ കുറ്റിപ്പയറാണ് നട്ടേക്കുന്നത്. ഇത് ഇന്നലത്തെ മഴയ്ക്ക് ചരിഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ജസ്റ്റ് കുറച്ചുകൂടെ പൊട്ടി മിക്സറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് നമുക്ക് പന്തലൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഇങ്ങനെ തന്നെ നിന്ന് നല്ല രീതിയിൽ വിളവ് തരുന്ന ഒരു ചെടിയാണ് കുറ്റിപ്പയർ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് പന്തലൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. വളരെ നന്നായിട്ട് തന്നെ ഇത് കായ്ക്കുകയും ചെയ്യും. മറ്റേ പയർ പിടിക്കുന്ന പോലെ തന്നെ പിടിക്കുകയും ചെയ്യും. നമുക്ക് കുറച്ച് സ്ഥലമൊക്കെ ലാഭിക്കാനായിട്ട് പറ്റും. പിന്നെ ഞാൻ കുറച്ച് ക്യാപ്സിക്കം ഇവിടെ നട്ടിട്ടുള്ളത്. ബാക്കി കുറേ തക്കാളിയും എല്ലാം മഴമറയ്ക്കകത്ത് താഴെ ഉള്ളത്. അതാണെങ്കിൽ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. ഈ ക്യാപ്സിക്കമൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കുറച്ചും കൂടെ പോട്ടി മിക്സറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളിതിന് നല്ലൊരു സപ്പോർട്ട് കൊടുക്കണം. സപ്പോർട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അടുത്ത മഴയ്ക്ക് ഈ ചെടികളൊക്കെ മറിഞ്ഞ് വീഴാനുള്ള സാധ്യതയുണ്ട്. സപ്പോർട്ട് കൊടുക്കാനായിട്ട് നമ്മളിപ്പോഴും സപ്പോർട്ട് കൊടുക്കുമ്പോൾ ഇത് ഒരല്പം മാറ്റി ഗ്രോ ബാഗിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ ഒരു സ്റ്റാൻഡ് ഉറപ്പിക്കുക. തുണി വെച്ച് ഉള്ള കയറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഈ ചെടിക്ക് ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ വേറെ ഏതെങ്കിലും കയറൊക്കെ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, തുണി കൊണ്ടാണെന്നുണ്ടെങ്കിൽ മറ്റ് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നിന്നോളും. തുണി നമ്മൾ ജസ്റ്റ് എടുത്ത് ഇതേപോലൊരു പീസ് കീറിയെടുത്ത് നമുക്കിതിന് ഒരു സപ്പോർട്ട് കെട്ടിക്കൊടുക്കാം. ഇതൊക്കെ ഓൾറെഡി പൂത്ത് തുടങ്ങി. ഇനി ഇതിന് അടുത്ത ഒരു വളപ്രയോഗത്തിൻ്റെ സമയമായിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ കൊടുക്കേണ്ടത് പൊട്ടാസ്യം അടങ്ങിയ വളങ്ങളാണ് നമ്മളിപ്പം കൊടുക്കേണ്ടത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പൂക്കുകയും
ആയി ഉള്ള പൂക്കളൊക്കെ നമുക്ക് കായായിട്ട് ലഭിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മെയ് മാസത്തിൽ നമുക്ക് നടാൻ പറ്റിയ പച്ചക്കറികളാണ്. മുളക് നടാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണിത്. ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് പച്ചക്കറി തൈകളൊക്കെ ലഭിക്കുന്നതാണ്. ഗ്രാഫ്റ്റ് ചെയ്തതും അല്ലാത്തതുമായ തൈകളൊക്കെ ലഭിക്കുന്നതാണ്. പ്രത്യേകിച്ച് തക്കാളിയൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളൊക്കെ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ സീസൺ അനുസരിച്ച് കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരു രീതിയിലും നഷ്ടം വരത്തില്ല. നമ്മൾ നമ്മുടെ അടുക്കള തോട്ടത്തിലേക്കാണെങ്കിൽ നമ്മൾ മെനക്കെട്ട് ചെയ്യുമല്ലേ, അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടണ്ടേ. അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പച്ചക്കറികളൊക്കെ നമുക്ക് ലോങ് ടൈം, നമുക്ക് ഒരു വർഷത്തേക്ക് നിലനിൽക്കുന്ന പച്ചക്കറികളായതുകൊണ്ട് ഇപ്പം നമുക്ക് കൃഷി സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള നല്ല ടൈമാണ്. ഇത് ജസ്റ്റ് ഒരൊറ്റ ദിവസം, ഇന്നലെ രാത്രിയിൽ മഴയത്ത് മറിഞ്ഞു വീണ് ഇതുവരെ ഇങ്ങനെ കിടന്നതേ ഉള്ളൂ. ഇപ്പം അത് വെയിലിൻ്റെ ദിശ നോക്കി അത് വളഞ്ഞു വരുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഞാനീ പറഞ്ഞ പച്ചക്കറികളൊക്കെ നടാം. കൂടാതെ നമുക്ക് ചീര ഒക്കെ വെച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. ചീര നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ആണ് ചീര എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കുറച്ച് വിളകൾ മാത്രം മതി, ഒരാഴ്ച ഈസി ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ ഓടും. ഈസി ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് പച്ചക്കറികൾ കൊടുക്കാനായിട്ട് സാധിക്കും. ബാക്കി മീൻ, മുട്ട, ഇറച്ചിയൊക്കെ നമ്മൾ പുറത്തുനിന്ന് എന്തായാലും വാങ്ങിക്കും. അപ്പം ഇതും കൂടെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് അവർക്ക് ആഹാരം കൊടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ വിഷരഹിതമായ പച്ചക്കറികളും കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്ത് ചെയ്താലും നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും ജൈവവളങ്ങളൊക്കെ ആയിരിക്കും ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ലോങ് ടൈമിലേക്ക് കൃഷി ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും അടുക്കള തോട്ടത്തിലൊക്കെ ഈ പറഞ്ഞ വിളകളൊക്കെ എന്തായാലും ഒന്ന് ഉൾപ്പെടുത്തുക. അതേപോലെ തന്നെ നമുക്ക് ഇഞ്ചിയും അതേപോലെ ബാക്കിയുള്ള കൃഷികളൊക്കെ ചെയ്യാൻ പറ്റിയ ദിവസങ്ങളാണ് ഇപ്പോൾ കടന്നു വരുന്നത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ കൃഷി ചെയ്യുക. വീണ്ടും നല്ലൊരു കൃഷി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്